everyone, ഈ വീഡിയോയിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓഫ് കോഴ്സ് ഈ ടോപ്പിക് ഏത് മൊഡ്യൂളിലാണ് വരിക? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളാണ് അല്ലേ. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ വളരെ സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. സോ വി ഹാവ് എ ലോട്ട് ഓഫ് റിസർച്ച് ടൈപ്സ് ടു സ്റ്റഡി ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. സോ ഫണ്ടമെൻ്റൽ റിസർച്ച് ഉണ്ട്, അപ്ലൈഡ് റിസർച്ച് ഉണ്ട്, ആക്ഷൻ റിസർച്ച് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ, എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, ലോഞ്ചിറ്റ്യൂഡിനൽ, ക്രോസ് സെക്ഷണൽ, കോറിലേഷണൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് റിസർച്ച് ടൈപ്സ് നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ പഠിക്കാറുണ്ട്. അതിനകത്ത് വളരെ സ്പെസിഫിക്കലി നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ആണ് ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. വൈ വി ജസ്റ്റ് ടുക്ക് ദിസ് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റിസർച്ച് ടൈപ്പ് എന്ന് ചോദിച്ചാൽ റീസെൻറ്റ് എക്സാംസിൽ നമുക്കിതെന്നൊക്കെ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചിൻ്റെ സബ് ടൈപ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീക്വൻ്റ്ലി ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നത് അല്ലെങ്കിൽ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. വെരി ബേസിക് ക്വസ്റ്റ്യൻസ്, വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷേ ഫ്രീക്വൻ്റ്ലി ഈ അടുത്ത എക്സാംസിൽ ഇങ്ങനെ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി നെറ്റ് എക്സാമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു അറ്റംപ്റ്റിൽ ഇതിൽ നിന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് വി തോട്ട് ഓഫ് ഓക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടാനായിട്ട് എൻ്റെ UGC നെറ്റ് ഡിസംബർ 2023 നെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. സോ യു വിൽ ഗെറ്റ് എൻ ഐഡിയ സോ എങ്ങനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ടൈപ്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് ഫ്രം ദ ഫോളോയിങ് ആൻഡ് we have the options: trend studies, cross-sectional studies, പാനൽ സ്റ്റഡീസ് ആൻഡ് പ്രോസ്പെക്റ്റീവ് സ്റ്റഡീസ്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഓഫ് കോഴ്സ് ഇതിനകത്തുനിന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസിൻ്റെ സബ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ചോദ്യം. അപ്പോൾ എനിവേ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി ഇൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് എ ഡിസൈൻ ദാറ്റ് ഇൻവോൾവ്സ് റിപ്പീറ്റഡ് ഒബ്സർവേഷൻസ് ഓഫ് ദ സെയിം വേരിയബിൾസ് of a short and long periods. Doing this allows researchers to observe how variables may change over time. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ എടുത്തിട്ട് ആ ഗ്രൂപ്പിനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രോസസ്സിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വൽ കേസിൽ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പാരലലി പഠിക്കുന്ന വേറൊരു ടൈപ്പാണ് ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷണൽ റിസർച്ചും ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്രോസ് സെക്ഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ഗിവൺ പോയിന്റ് ഇൻ ടൈമിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യുക. അതിനെയാണ് ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്നത്. അറ്റ് എ ഗിവൺ പോയിന്റ് ഇൻ ടൈം വി ആർ സ്റ്റഡിങ് അബൌട്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചിൽ എന്താ? വി ആർ പെർട്ടിക്കുലർലി ഫോക്കസിങ് ഓൺ എ ഗ്രൂപ്പ്, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അറ്റ് എ ടൈം. ലോഞ്ചിറ്റ്യൂഡിൽ നമ്മൾ എന്താ? ഗിവൺ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതാണ് ബേസിക്കലി ലോഞ്ചിറ്റ്യൂഡിനൽ ക്രോസ് സെക്ഷണൽ തമ്മിലുള്ള ബേസിക് വ്യത്യാസം എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഡൂയിങ് ദിസ് അലൗസ് റിസർച്ചേഴ്സ് ടു ഒബ്സർവ് ഹൗ വേരിയബിൾസ് മേ ചേഞ്ച് ഓവർ ടൈം. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ അവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഓവർ ടൈം എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചിൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചിൽ തന്നെ നമുക്ക് പല സബ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ജനറലി 3 ടൈപ്സാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ട്രെൻഡ് സ്റ്റഡീസ് ഉണ്ട്, കൊഹോർട്ട് സ്റ്റഡി ഉണ്ട്, പാനൽ സ്റ്റഡി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ കൊഹോർട്ട് സ്റ്റഡിക്ക് വീണ്ടും നമുക്ക് ചില സബ് ടൈപ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ കാണിച്ചത്. ഇതുപോലെ റീസെൻറ്റ് എക്സാംസിൽ പലതവണ ഈ ഒരു പെർസ്പെക്റ്റീവ് എക്സ്പ്ലോർ ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ സബ് ടൈപ്പ് എന്താണ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന ബാക്കിയുള്ള ടൈപ്സ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താ? ട്രെൻഡ് സ്റ്റഡിയാണ് ആദ്യമായിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസിന് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചിൻ്റെ ഒരു സബ് ടൈപ്പായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വി ആർ സ്റ്റഡിങ് എ ജനറൽ പോപ്പുലേഷൻ. അതാണ് ഇവിടുത്തെ മെയിൻ ക്രസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. സോ ഇൻ ട്രെൻഡ് സ്റ്റഡി എ ജനറൽ പോപ്പുലേഷൻ ഇസ് സ്റ്റഡീഡ് ഓവർ ടൈം. റിസർച്ചേഴ്സ് കണ്ടക്ടിങ് ട്രെൻഡ് സർവേസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ പീപ്പിൾസ് ഇൻക്ലിനേഷൻ ചേഞ്ച് ഓവർ ടൈം. ഇവിടെ എന്താ ചെയ്ത്? ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു കമ്പനി ഒരു റിസർച്ച് നടത്തുവാണ്, അതായത് അവർ എന്ത് തരത്തിലുള്ള പ്രൊഡക്ട്സ് ഇറക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് നമ്മൾ ഈ ട്രെൻഡ് അനാലിസിസ് എന്നൊക്കെ പറയും. അതായത് ആളുകൾക്ക് എന്താണ് താല്പര്യം, ആളുകളുടെ ഇപ്പോഴത്തെ ഒരു സെൻസ് എന്താണ്, ഇപ്പോൾ ഒരു ഫാഷൻ റിലേറ്റഡ് ആണെങ്കിൽ എന്താണ് അവരുടെ ഫാഷൻ ഒരു സെൻസ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഇസ് എ ട്രെൻഡ്, അവരുടെ ഒരു ഇൻക്ലിനേഷൻ, അവർക്ക് എന്തിനോടാണ് താല്പര്യം, ഇതൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക ഒരു ട്രെൻഡ് അനാലിസിസിൽ നമ്മൾ അനലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് നടത്തി അങ്ങനെയായിരിക്കും നടത്താം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ജനറൽ പോപ്പുലേഷൻ, അതായത്
മുഴുവൻ ആളുകളിൽ നിന്ന് ഓരോ തവണ ഇപ്പോൾ ഒരു 5 വർഷം കൂടുമ്പോൾ നമ്മളൊരു ട്രെൻഡ് അനാലിസിസ് നടത്തിയാൽ ഓരോ സമയം ആ പോപ്പുലേഷൻ, ജനറൽ പോപ്പുലേഷൻ, അതിന് കുറച്ച് പേര് എടുത്തിട്ട് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെയാണ് ട്രെൻഡ് സ്റ്റഡി എന്ന് നമ്മൾ പറയുക. സോ ഇവിടെ എന്തൊക്കെ കീ പോയിന്റ്സ് നിങ്ങൾ ഓർക്കണം? ജനറൽ പോപ്പുലേഷനെ കുറിച്ചിട്ടായിരിക്കും നമ്മളുടെ പഠനം നോക്കുക. ആൻഡ് ഓൾസോ ഇവിടെ നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്ന എന്താ, എങ്ങനെയാണ് ആളുകളുടെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആളുകളുടെ ഇൻക്ലിനേഷൻസ് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ട്രെൻഡ് അനാലിസിസ് അല്ലെങ്കിൽ ട്രെൻഡ് സ്റ്റഡിയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് നിങ്ങൾ നോക്കും. The next subtype is basically cohort study. Cohort study നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സ്പെസിഫിക് പോപ്പുലേഷനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രെൻഡ് സ്റ്റഡീസിൽ ഇറ്റ്സ് എ ജനറൽ പോപ്പുലേഷൻ. കൊഹോർട്ട് സ്റ്റഡിയിൽ എന്താ? ഒരു സ്പെസിഫിക് പോപ്പുലേഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? റിസർച്ചർ ഐഡൻറ്റിഫൈ സം കാറ്റഗറി ഓഫ് പീപ്പിൾ ദാറ്റ് ആർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദെൻ റെഗുലർലി സർവൈസ് പീപ്പിൾ ഹു ഫോൾ ഇൻ ടു ദാറ്റ് കാറ്റഗറി. അതായത് മറ്റിടത്ത് നമ്മൾ പറഞ്ഞ അങ്ങനെ ഒരു സ്പെസിഫിക് കാറ്റഗറി ഒന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ജനറൽ പോപ്പുലേഷൻ, ജനറലി ആളുകളുടെ ഇൻട്രസ്റ്റ് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുക.
കൊഹോർട്ട് സ്റ്റഡിയിൽ റിസർച്ചിന് താല്പര്യമുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാറ്റഗറീനെ എന്താണ് ഈ കൊഹോർട്ട് സ്റ്റഡിയിൽ റിസർച്ചർ ഐഡൻറ്റിഫൈ ആണ്. എന്നിട്ട് ആ ഒരു കാറ്റഗറി വരുന്ന ആളുകൾ, അപ്പോൾ അതിനകത്തും ആളുകൾ മാറി മാറി വരാം, ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ വരുന്ന ആളുകളെ കുറിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, റിസർച്ചർ പഠിക്കുക. അതുകൊണ്ടാണ് നമ്മൾ സ്പെസിഫിക് പോപ്പുലേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഡസ് സ്മോക്കിംഗ് ലീഡ്സ് ടു ലങ് ക്യാൻസർ എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ചൊരു പഠനം നടത്തണമെന്ന് വിചാരിക്കുക. അതായത് സ്മോക്കിംഗ് കൊണ്ട് ലങ് ക്യാൻസർ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഒരു പ്രോബബിലിറ്റി ഉണ്ടോ? അപ്പോൾ ഇവിടെ എന്താ, ഈ കൊഹോർട്ട് സ്റ്റഡിയിൽ ബേസിക്കലി പറഞ്ഞാൽ റിസർച്ചറിൻ്റെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്താണ്, ഈ സ്മോക്കിംഗ് ആൻഡ് ലങ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള പഠനമായതുകൊണ്ട് തന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ആര് എന്ത് ചെയ്യുക, നമ്മളുടെ റിസർച്ചിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന ആളുകളെ കുറിച്ചിട്ടായിരിക്കും പഠനം നടത്തിക്കൊണ്ടിരിക്കുക. അതിനാണ് നമ്മൾ കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ട്രെൻഡ് സ്റ്റഡീസിൽ ജനറൽ പോപ്പുലേഷനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. കൊഹോർട്ട് സ്റ്റഡിയിൽ നമ്മുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പെസിഫിക് കാറ്റഗറീനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ കാറ്റഗറിയിൽ വരുന്ന ഡിഫറെൻറ്റ് ആളുകളെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അതിനെയാണ് കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയാം. ഈ കൊഹോർട്ട് സ്റ്റഡീനെ തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. വി ഹാവ് പ്രോസ്പെക്റ്റീവ് സ്റ്റഡി ആസ് വെൽ ആസ് റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ വി ആർ ലുക്കിംഗ് ടു ഫ്യൂച്ചർ എന്നുള്ളത് അല്ലേ. റെട്രോ എന്ന് പറയുമ്പോൾ തന്നെ ഓൾഡ് എന്നുള്ളൊരു മീനിങ് വരും. അപ്പോൾ റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ വി ആർ ലുക്കിംഗ് ബാക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ഈ പ്രോസ്പെക്റ്റീവും റെട്രോസ്പെക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം? പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ വാച്ചസ് ഫോർ ഔട്ട്കംസും, റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ലുക്ക് ബാക്ക്വേർഡ്സ് ആൻഡ് എക്സാമിൻസ് ഫാക്ടേഴ്സ് ഇൻ റിലേഷൻ ടു ആൻ ഔട്ട്കം എന്നാണ് പറഞ്ഞിരിക്കുക. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോസ്പെക്റ്റീവ് സ്റ്റഡി നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, സ്മോക്കേഴ്സ് നോൺ സ്മോക്കേഴ്സ് ഉള്ളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമ്മൾ എടുത്തിട്ട് അവരുടെ ആ സ്മോക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ എടുത്തിട്ട് നമ്മൾ അവരെക്കുറിച്ച് ഓവർ എ പീരീഡ് ഓഫ് ടൈം പഠിക്കുകയാണ്. അതിന് നമ്മൾ നോക്കുകയാണ്, ഓക്കെ ഇവർക്ക് ഈ സ്മോക്ക് ചെയ്യുന്നവർക്ക് എന്തിനുള്ള സാധ്യത ഉണ്ടോ, ലങ് ക്യാൻസറിനുള്ള സാധ്യത ഇൻ ദ ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കുകയാണ്. അതിനെയാണ് പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ എടുക്കുന്നു, അതിനുശേഷം ഞാനത് സ്മോക്കേഴ്സ് നോൺ സ്മോക്കേഴ്സിനെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്മോക്കിംഗ് ലങ് ക്യാൻസർ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ യു ആർ ടേക്കിംഗ് എ ഗ്രൂപ്പ് ഓഫ് സ്മോക്കേഴ്സ് ആൻഡ് ഓൾസോ നിങ്ങൾ എന്താ അവിടെ പഠിക്കാൻ ശ്രമിക്കുന്നത്, ഭാവിയിൽ അവരെ ഇങ്ങനെ കുറേ നാളിങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അവർക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ലങ് ക്യാൻസറിലേക്കുള്ള പോസിബിലിറ്റികൾ തരത്തിലുള്ള എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുന്നുണ്ടോ. അപ്പോൾ ആ രീതിയിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നിങ്ങൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻ ഓർഡർ ടു വാച്ച് ഫോർ ഔട്ട്കംസ്. ഇതിനെയാണ് പ്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ലുക്ക് backward and examines factors in relation to an outcome. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ലങ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമ്മൾ എടുക്കാം. അപ്പോൾ ലങ് ക്യാൻസർ ഓൾറെഡി ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ എടുത്തിട്ട് അവരുടെ ഹിസ്റ്ററി പരിശോധിക്കുക, അവരുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ പുറകോട്ടേക്ക് പഠിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നോക്കും, ഓക്കെ ലങ് ക്യാൻസർ വന്നിട്ടുള്ള ആളുകളിൽ സ്മോക്കേഴ്സ് ആയിട്ടുള്ള ആളുകളാണോ കൂടുതൽ, നോൺ സ്മോക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം ആളുകൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും, ഓക്കെ ഇപ്പോൾ കറൻ്റ്ലി ഇവർക്ക് ലങ് ക്യാൻസർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ കാരണം ഈ പറഞ്ഞ സ്മോക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ എടുത്തിട്ട് അവർക്ക് ലങ് ക്യാൻസർ വരുമോ, അവരുടെ ഒരു ഹെൽത്തിലുള്ള ഒരു എങ്ങനെയാണ് അതിനകത്ത് ഒരു ഇൻ ദ ഫ്യൂച്ചർ അതിനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രോസ്പെക്റ്റീവിൽ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, റെട്രോസ്പെക്റ്റീവിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുക, അങ്ങനെ ലങ് ക്യാൻസർ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ എടുത്തിട്ട് അവരുടെ ഹിസ്റ്ററി പഠിക്കുകയാണ്. അവർക്ക് ഈ പറയുന്ന സ്മോക്കിംഗ് എന്ന് പറഞ്ഞൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്കും ഹാബിറ്റ് ഉള്ളത് കൊണ്ടാണോ ഇത് വന്നത്. അപ്പം അത് റെട്രോസ്പെക്റ്റീവ് ആണ്. വി ആർ ലുക്കിംഗ് ബാക്ക്വേർഡ് ആൻഡ് എക്സാമിൻസ് ഫാക്ടേഴ്സ് ഇൻ റിലേഷൻ ടു ആൻ ഔട്ട്കം. ഇതിനെയാണ് നമ്മൾ കൊഹോർട്ട് സ്റ്റഡിയുടെ രണ്ട് ടൈപ്സ് ആയിട്ട് കാണുന്നത്, പ്രോസ്പെക്റ്റീവ് ഉണ്ട്, റെട്രോസ്പെക്റ്റീവ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഏതാ, അപ്പോൾ ട്രെൻഡ് സ്റ്റഡീസ് നമ്മൾ പറഞ്ഞു, ലോഞ്ചിറ്റ്യൂഡിനൽ സബ് ടൈപ്പ് ആയിട്ട് കൊഹോർട്ട് സ്റ്റഡി ഉണ്ട്. ദെൻ വി ഹാവ് പാനൽ സ്റ്റഡി. പാനൽ സ്റ്റഡിയിൽ എന്താ സംഭവിക്കുന്നത്, പാനൽ സ്റ്റഡീസ് ഡിസ്ക്രൈബ് ഇൻഫർമേഷൻ അബൌട്ട് ദ സെയിം കേസസ് at 2 or more points in time. In trend study, the population is always the same, but we usually select different samples. On the other hand, panel studies utilizes the same sample from the same population ഓവർ ടൈം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ട്രെൻഡ് സ്റ്റഡിയിൽ നമ്മൾ എന്താ ഒരു ജനറൽ പോപ്പുലേഷനെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. കൊഹോർട്ട് സ്റ്റഡിയിൽ എന്താ ഒരു സ്പെസിഫിക് പോപ്പുലേഷൻ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാറ്റഗറി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ കാറ്റഗറിയിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്ന ആളുകളെ നമ്മൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈമിൽ പഠിക്കാം. പാനൽ സ്റ്റഡിയിൽ അത് മാത്രം, അല്ലെങ്കിൽ പാനൽ സ്റ്റഡി ഡിഫറൻസ് എന്താ,
പോപ്പുലേഷൻ എന്നല്ല, നമ്മൾ പഠിക്കുന്ന സാമ്പിൾ സെയിം. അതായത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ എടുത്താൽ ആ സെയിം ഗ്രൂപ്പിനെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? ഇപ്പം ട്രെൻഡ് സ്റ്റഡീസിലാണെങ്കിൽ ജനറൽ പോപ്പുലേഷൻ, അപ്പോൾ അതിനകത്തുള്ള സാമ്പിൾ മാറിക്കൊണ്ടിരിക്കാം. കൊഹോർട്ട് സ്റ്റഡിയിൽ നമുക്കൊരു സ്പെസിഫിക് പോപ്പുലേഷൻ ഉണ്ട്, ഒരു കാറ്റഗറി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അതിനകത്തും ആളുകൾ മാറാം. പക്ഷെ പാനൽ സ്റ്റഡിയിലേക്ക് വരുമ്പോൾ എന്താ, ഈ ആളുകൾ മാറില്ല. അതായത് കോൺസ്റ്റന്റ് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് എടുത്ത സെയിം ഗ്രൂപ്പിനെ തന്നെ ആയിരിക്കും ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. അതാണ് പാനൽ സ്റ്റഡിയുടെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓർക്കാം, ട്രെൻഡ് സ്റ്റഡി ജനറൽ പോപ്പുലേഷൻ, കൊഹോർട്ട് സ്റ്റഡി സ്പെസിഫിക് പോപ്പുലേഷൻ, പാനൽ സ്റ്റഡി സ്പെസിഫിക് സാമ്പിൾ. സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠനം നടത്തുവാണെങ്കിൽ ആ പഠനത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ എൻറ്റയർ ഗ്രൂപ്പിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി ആ എൻറ്റയർ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് പോയി ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു എൻറ്റയർ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെ നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ എടുത്തിട്ട് അവരിൽ നിന്നാണ് നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് വിളിക്കുക. ഇതൊക്കെ നമ്മൾ സാമ്പിളിങ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ. അപ്പോൾ ഈ സാമ്പിൾ എന്താണ്, സെയിം ആണ്. അപ്പോൾ ട്രെൻഡ് സ്റ്റഡീസ് ജനറൽ പോപ്പുലേഷൻ, കൊഹോർട്ട് സ്റ്റഡി സ്പെസിഫിക് പോപ്പുലേഷൻ, പാനൽ സ്റ്റഡി സ്പെസിഫിക് ആയിട്ടുള്ള സാമ്പിൾ ആയിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ ഇതാണ് 3 തരത്തിലുള്ള 3 ടൈപ്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ പാനൽ സ്റ്റഡീസിനൊരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മളിങ്ങനൊരു പഠനം നടത്തുകയാണ്, ഹൗ ഏജ് കോറിലേറ്റ്സ് വിത്ത് ഇൻകം എന്ന് പറയുന്നൊരു പഠനം നമ്മൾ നടത്താമെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് ഒരാളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് ഇൻകത്തിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് പഠിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പാനൽ സ്റ്റഡിയിൽ നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും, നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ എടുക്കും അല്ലേ, അത് ആ സെയിം ആളുകളെ തന്നെ ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സെയിം ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അവരുടെ ഓരോ 5 ഇയേഴ്സിലും അവർക്ക് ഇൻക്രിമെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ, അവരുടെ ഇൻകത്തിനകത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പഠിച്ചാലേ നമുക്ക് കൃത്യമായിട്ട് ഏജും ഇൻകം കോറിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ കുറച്ച് ആളുകളെ എടുത്ത് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് അടുത്ത തവണ വേറെ ആളുകൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കമ്പാരിസൺ പോസിബിൾ ആവില്ല. കാരണം ആ ആളുകൾക്ക് 5 വർഷം മുമ്പ് കിട്ടിയിരിക്കുന്ന സാലറി എത്രയാണെന്നുള്ളതല്ല നമ്മുടെ ഇരിക്കുന്ന ഡേറ്റ്. അപ്പോൾ സെയിം ആളുകളെ എടുത്തിട്ട് അവരെക്കുറിച്ച് തന്നെ പഠിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ സെയിം സാമ്പിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പാനൽ സ്റ്റഡിയിൽ സംഭവിക്കുക. ഇനി ഈ ക്വസ്റ്റിലേക്ക് തിരിച്ചു വന്നേ. ഈ ക്വസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് ഫ്രം ദ ഫോളോയിങ് ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ് ട്രെൻഡ് സ്റ്റഡീസ്, ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ്, പാനൽ സ്റ്റഡീസ് ആൻഡ് പ്രോസ്പെക്റ്റീവ് സ്റ്റഡീസ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ മനസ്സിലായല്ലോ, ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് എന്താണെന്ന് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ ഒരു കമ്പാരിസൺ ആയിട്ട് ക്രോസ് സെക്ഷണൽ സ്റ്റഡീസിനെ എടുത്തിട്ട് നമ്മൾ രണ്ടുകൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അഫ്കോഴ്സ് എന്താ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസിൻ്റെ ഒരു ടൈപ്പായിട്ട് ക്രോസ് സെക്ഷണൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റി നിർത്താം. പിന്നെ ഏതൊക്കെ വരും, ട്രെൻഡ് സ്റ്റഡീസ് അഫ്കോഴ്സ് ഒരു സബ് ടൈപ്പാണ്, പാനൽ സ്റ്റഡി സബ് ടൈപ്പായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പ്രോസ്പെക്റ്റീവ് സ്റ്റഡീസ് നമ്മൾ കൊഹോർട്ട് സ്റ്റഡിയുടെ സബ് ടൈപ്പായിട്ട് ഐഡന്റിഫൈ ചെയ്തിരുന്നു. സോ വി ക്യാൻ ഗോ വിത്ത് A, C, D ഓപ്ഷൻ. സോ A, C and D only is option D. So the right answer is option D. So ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ആണ് എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്നൊരു ടൈപ്പ് നമ്മൾ കണ്ടു. ആൻഡ് ഓൾസോ ദർ ആർ ലോട്ട് ഓഫ് അതർ ടൈപ്സ് ടു. നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി ഉള്ള ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ആയിക്കോട്ടെ, ആക്ഷൻ റിസർച്ച് ആയിക്കോട്ടെ, എത്നോഗ്രാഫിക് റിസർച്ച് ആയിക്കോട്ടെ, ഫിനോമിനോളജിക്കൽ റിസർച്ച് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുമ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് പഠിക്കുന്ന സമയത്ത് നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എല്ലാ ടൈപ്സും നിങ്ങൾ അതിനകത്ത് പഠിക്കണം. ഇത് മാത്രം പോരാ, ടൈപ്സിനോടൊപ്പം തന്നെ അപ്രോച്ചസും ഇമ്പോർട്ടൻ്റ് ആണ്. വി ഹാവ് ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് അപ്രോച്ച്, ആൻഡ് ഓൾസോ യു ഹാവ് positivistic and post-positivistic approach. So how these different approaches differ from each other and how it is associated to each other. ഈ രണ്ട് പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണം. അപ്പോൾ ഇത്തരത്തിൽ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു നെറ്റ് എക്സാം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈപ്സ് ഓഫ് റിസർച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അപ്രോച്ചസ് ടു റിസർച്ചോ ഇവിടെ തന്നെ നമ്മൾ കണ്ട ക്രോസ് സെക്ഷണൽ റിസർച്ചോ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിൾബി അക്കാഡമിയുടെ കോഴ്സസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ എല്ലാ ഏരിയാസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ LMS പ്ലാറ്റ്ഫോമിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ലെക്ചേഴ്സ്, വീഡിയോ ലെക്ചേഴ്സ് ഈ ടൈപ്സ് ഓഫ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ വി ആർ പ്രൊവൈഡിങ് യു വിത്ത് PPTs, പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ് ആൻഡ് ടെസ്റ്റ് പേപ്പേഴ്സിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൻ്റെ ഒക്കെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഏരിയാസ് കവർ ചെയ്യാനും നിങ്ങൾക്ക് എഡ്യൂക്കേറ്റേഴ്സിനോട് ഡൗട്ട് ചോദിച്ചത് ക്ലിയർ ചെയ്ത് കൂടുതൽ നന്നായിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ഹിയർ. ക്ലാസ് റൂം ക്ലാസ്സസിലും
ഓഫ് കോഴ്സ് അല്ലേ, ക്ലാസ് റൂം ക്ലാസ്സസിന് അതിൻ്റെതായിട്ടുള്ള ഒരു മെറിറ്റ് ഉണ്ട്. അവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സെഷൻസ് കവർ ചെയ്യുന്നതാണ്. ലൈവ് സെഷൻസ് നമ്മുടെ ഓൺലൈൻ സെഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ഈ ഏരിയാസൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പഠനം നിങ്ങൾക്ക് ആവശ്യമാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ, അതും പ്രത്യേകിച്ച് ഈ ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട്. സോ അങ്ങനെ ഒരു ഡീറ്റെയിൽ പഠനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ surely consider Appleby Academy's courses. We are providing both online and offline classes here. So കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. So that's it for this session. Thank you and happy learning.